രാഹുലിനെതിരായ ലൈംഗിക പീഡന പരാതിയിലെ അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടെന്ന കേസിൽ കെപിസിസി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക. സന്ദീപ് വാര്യരെ 4ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, രാഹുൽ ഈശ്വറിന് പിന്നാലെ സന്ദീപ് വാര്യരെ കൂടെ പ്രതിയാക്കി കേസെടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതുകൊണ്ട് ജാമ്യം തേടുകയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം എന്താണ് പറയുന്നത്? ജിൽസി, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതി നൽകിയ അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തു വിട്ടു എന്നുള്ളതായിരുന്നു ഈ കേസ്. രാഹുൽ ഈശ്വർ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ 4ാം പ്രതിയായാണ് സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ സന്ദീപ് വാര്യർ ഈ ഇരയുടെ ചില വിവരങ്ങൾ പുറത്തു വിട്ടു എന്നുള്ളത് ആണ് ഈ വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അഭിഭാഷകനായ അജിത് കുമാർ ശാസ്തമംഗലം വഴി മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ നൽകും. കെപിസിസി പ്രസിഡന്റ് ഇത്തരം എത്രയും പെട്ടെന്ന് ഈ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകണമെന്ന് സന്ദീപ് വാര്യർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. താൻ ഇരയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നൊരു വാദമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കോടതിയെ സമീപിക്കാനാണ് സന്ദീപ് വാര്യർ തീരുമാനിച്ചിട്ടുള്ളത്.